Hi students, നമ്മൾ SSLCയിലെ മാത്സ് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്ന വിഷയമാണ് നമ്മളിന്ന് എടുക്കുന്നത്. അതായത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് മൂന്നാമത്തെ ചാപ്റ്ററാണ്. PSCക്കും സ്ഥിരമായിട്ട് ഇതിൽ നിന്ന് ചോദിക്കാറ്. അപ്പൊ അതിനെക്കുറിച്ച് ആ ചാപ്റ്ററിലോട്ട് കിടക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. There are 10 beads in a box, 9 black and only 1 white. If we pick a bead without looking, what is the probability of getting a black bead? What is the probability of getting a white bead? അതായത് ഒരു ബോക്സിൽ 10 മുത്തുകളുണ്ട്. അതിൽ 9 എണ്ണം കറുത്തതും ഒരെണ്ണം വെളുത്തതുമാണ്. കണ്ണടച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു മുത്തെടുത്താൽ ആ ഒരു മുത്ത് കറുത്തതാകാനുള്ള പ്രോബബിലിറ്റി സാധ്യത എന്താണ്, വെളുത്തതാകാനുള്ള സാധ്യത എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ബോക്സിൽ 10 മുത്തുകളാണ്. ആ 10 മുത്തുകളില് 9 എണ്ണം കറുപ്പും ഒരെണ്ണം വെളുപ്പും. അപ്പോ കണ്ണടച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു മുത്തെടുക്കുന്നു. അപ്പോ അത് കറുത്തതാകാനുള്ള സാധ്യത എന്തായിരിക്കും? അപ്പൊ 10 മുത്താണ്. ടോട്ടൽ മുത്തുകളുടെ എണ്ണം 10 ആണ്. 10ൽ 9 മുത്താണ് കറുപ്പ്, ഒരു മുത്ത് വെളുപ്പ്. അപ്പോ കണ്ണടച്ചുകൊണ്ട് ഒന്നെടുത്താൽ 10ൽ 9 മുത്തുകളാണ് കറുപ്പ്, 10ൽ ഒരു മുത്താണ് വെളുപ്പ്. അപ്പോ കണ്ണടച്ചുകൊണ്ട് ഒരു മുത്തെടുത്താൽ ആ മുത്ത് കറുപ്പാവാനുള്ള സാധ്യത എന്തായിരിക്കും? അത് 10ൽ 9. 10ൽ 9 ആണ് കറുത്ത മുത്താകാനുള്ള സാധ്യത. അതേസമയം കണ്ണടച്ചുകൊണ്ട് ഒന്നെടുക്കുമ്പോൾ അത് വെളുത്തതാകാനുള്ള സാധ്യതയോ? അത് 10ൽ 1 ആണ്. അപ്പൊ 10ൽ 1 സാധ്യത കറുത്ത മുത്തിനും 10ൽ 1 സാധ്യത വെളുത്ത മുത്തിനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. There are 3 red balls and 7 green balls in a bag. 8 red and 7 green balls in another bag. അപ്പോ ഒരു ബാഗില് 3 ചുവന്ന പന്തുകളും 7 പച്ച പന്തുകളും ഉണ്ട്. മറ്റൊരു ബാഗിലാകട്ടെ 8 ചുവന്ന പന്തുകളും 7 പച്ചപ്പന്തുകളും ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ ബാഗില് 3 ചുവന്ന പന്തുകളും 7 പച്ചപ്പന്തുകളും, രണ്ടാമത്തെ ബാഗിൽ 8 ചുവന്ന പന്തുകളും 7 പച്ചപ്പന്തുകളും ഉണ്ട്. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ബാഗ്? ആദ്യത്തെ ബാഗിൽ നിന്നും കണ്ണടച്ചുകൊണ്ട് ഒരു ബോൾ എടുക്കുന്നു. അപ്പോ ആദ്യത്തെ ബാഗിൽ നിന്നും ഒരു ചുവന്ന കിട്ടുന്നത് ഒരു ചുവന്ന ബോൾ ആകാനുള്ള സാധ്യത എന്താണ്? കണ്ണടച്ചുകൊണ്ടൊരു പന്തെടുത്താൽ അത് ചുവന്ന പന്താകാനുള്ള സാധ്യത എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോ ഒന്നാമത്തെ ബാഗിൽ നിന്ന് കണ്ണടച്ചുകൊണ്ടൊരു ബോൾ എടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ബാഗിന്റെ കാര്യം ആലോചിച്ചാൽ മതി. അപ്പോ ഒന്നാമത്തെ ബാഗിൽ എത്ര ബാളുകളുണ്ട്? 3 ചുവന്ന പന്തുകളും 7 പച്ചപ്പന്തുകളുമാണ് ഉള്ളത്. ഒന്നാമത്തെ ബാഗിൽ 3 ചുവന്ന പന്തുകളും 7 പച്ചപ്പന്തുകളും ഉണ്ട്. അപ്പോ ആ ബാഗിൽ ആകെ 10 പന്തുകളാണ് ഉള്ളത്. ചുവന്ന പന്തും പച്ചപ്പന്തും രണ്ടും കൂടെ ചേർന്ന് ടോട്ടൽ 10 പന്തുകളാണ് ഉള്ളത്. അപ്പോ കണ്ണടച്ചുകൊണ്ട് ഒന്നാമത്തെ ബാഗിൽ നിന്നൊരു പന്തെടുക്കുന്നു. അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ ആകെ പന്തുകളുടെ എണ്ണം 10. ഒന്നാമത്തെ ബാഗിലെ ചുവന്ന പന്തുകളുടെ എണ്ണം 3 ചുവന്ന പന്തും 7 പച്ചപ്പന്തും. അപ്പോ കണ്ണടച്ചുകൊണ്ട് ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത 10ൽ 3 ആണ്. അതായത് എന്തിന്റെ സാധ്യതയാണോ ഏതിന്റെ ഇവിടെ ചുവന്ന പന്തിന്റെ സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ അത് സാധ്യത എന്തിന്റെയാണോ ചോദിച്ചിരിക്കുന്നത് അത് ന്യൂമറേറ്റർ ആയിട്ട്, അതായത് അംശമായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ആൻസർ പറയേണ്ടത്. അപ്പോ ഇവിടെ ചുവന്ന പന്തുകളുടെ കണ്ണടച്ചുകൊണ്ടൊന്നെടുത്താൽ അത് ചുവന്ന പന്താകാനുള്ള സാധ്യത ചോദിച്ചാൽ ചുവന്ന പന്തുകളുടെ എണ്ണമായിരിക്കണം അംശമായിട്ട് വരേണ്ടത്. അപ്പോ 3 ആണ് ചുവന്ന പന്തുകളുടെ എണ്ണം. ടോട്ടൽ ഡിനോമിനേറ്റർ ആയിട്ട് വരും
ടോട്ടൽ എന്ന് പറയുന്നത് 3 + 7 അതായത് 10 ആണ്. അപ്പോ കണ്ണടച്ചുകൊണ്ട് ഒരു പന്തെടുത്താൽ ആ പന്ത് ചുവന്നതാകാനുള്ള സാധ്യത 3/10 ആയിരിക്കും ഫസ്റ്റ് ബാഗിൽ നിന്ന്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ബാഗിൽ നിന്നാണെങ്കിലോ എന്നാണ്. രണ്ടാമത്തെ ബാഗിൽ നിന്നാണെങ്കിലോ അത് ചുവന്ന പന്താകാനുള്ള സാധ്യത എന്താണ്? അപ്പൊ രണ്ടാമത്തെ ബാഗിന്റെ കാര്യം നോക്കാം. രണ്ടാമത്തെ ബാഗിൽ 8 ചുവന്ന പന്തുകളും 7 പച്ച പന്തുകളുമാണ് ഉള്ളത്. അപ്പൊ 8 ചുവന്ന പന്തും 7 പച്ചപ്പന്തും. അപ്പൊ ടോട്ടൽ 15 ആണ് എണ്ണം. അപ്പോ രണ്ടാമത്തെ ബാഗിലാകട്ടെ 15 പന്തുകളുണ്ട്. ആ 15 പന്തുകളിൽ 8 എണ്ണമാണ് ചുവപ്പ്. അപ്പോ കണ്ണടച്ചുകൊണ്ട് രണ്ടാമത്തെ ബാഗിൽ നിന്ന് ഒരു പന്തെടുക്കുകയാണെങ്കിൽ അത് ചുവന്ന പന്താകാനുള്ള സാധ്യത എത്രയായിരിക്കും? അപ്പോ ചുവന്ന പന്തുകളുടെ എണ്ണം ബൈ ആകെ പന്തുകളുടെ എണ്ണം. അതായത് ചുവന്ന പന്തുകളുടെ എണ്ണം 8, ആകെ പന്തുകളുടെ എണ്ണം 15. 8/15. അപ്പൊ കണ്ണടച്ചുകൊണ്ട് ഒരു പന്ത് രണ്ടാമത്തെ ബാഗിൽ നിന്ന് എടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത 8/15 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ 2 ബാഗുകളിൽ നിന്നുള്ള പന്തുകളെല്ലാം കൂടെ ഒരു ബാഗിലാക്കി. എന്നാൽ അതിൽ നിന്ന് ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ് എന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 2 ബാഗിലെ പന്തുകളും ചേർത്ത് ഒറ്റ ആക്കിയ ശേഷം കണ്ണടച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു പന്തെടുത്തു. അപ്പോ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്തായിരിക്കും എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. ചുവന്ന പന്തുകളുടെ എണ്ണം നോക്കുക, പിന്നെ ആകെ പന്തുകളുടെ എണ്ണം നോക്കുക. അപ്പോ ഈ 2 ബാഗിൽ നിന്നും പന്തുകൾ ഒരു ബാഗിലാക്കിയപ്പോ ടോട്ടൽ എത്രയാകും? ആദ്യത്തെ ബാഗിൽ ആകെ 10 പന്തുകളും രണ്ടാമത്തെ ബാഗിൽ ആകെ 15 പന്തുകളുമായിരുന്നു. അപ്പൊ അത് രണ്ടും ചേർത്ത് ഒറ്റ ബാഗിലാക്കിയപ്പോ ടോട്ടൽ ആ ഒരു ബാഗിലുള്ള പന്തുകളുടെ എണ്ണം 25. അതുപോലെ ഒന്നാമത്തെ ബാഗില് 3 ചുവന്ന പന്തും രണ്ടാമത്തെ ബാഗില് 8 ചുവന്ന പന്തുകളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോ ആകെ രണ്ടും കൂടെ ചേർത്ത് ഒരു ബാഗിൽ ആക്കിയപ്പോ ആകെ ചുവന്ന പന്തുകളുടെ എണ്ണം എത്രയായിരിക്കും? 3 + 8 അതായത് 11 അല്ലേ? ഒന്നാമത്തെ ബാഗിൽ 3 പന്തുകളും രണ്ടാമത്തെ ബാഗില് 8 ചുവന്ന പന്തുകളുമാണ്. അപ്പൊ അത് രണ്ടും കൂടെ ചേർത്ത് ഒരു ബാഗിലാക്കിയപ്പോ ആകെ ചുവന്ന പന്തുകളുടെ എണ്ണം 8 + 3 11 പന്തുകളാണ് ഉള്ളത്. അപ്പൊ ഈ 2 ബാഗിലെയും കൂടെ ഒറ്റ ബാഗിലാക്കിയിട്ട് കണ്ണടച്ചുകൊണ്ട് ഒരു ബോൾ എടുക്കുന്നു. ആ ബോൾ എടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എങ്ങനെയായിരിക്കും? അപ്പൊ ടോട്ടൽ ടോട്ടൽ പന്തുകളുടെ എണ്ണം 25ഉം അതിലെ ചുവന്ന പന്തുകളുടെ എണ്ണം 11ഉമാണ്. അപ്പോ എന്തായിരിക്കും സാധ്യത? 11/25. അതായത് ആകെ ചുവന്ന മുത്തുകളുടെ എണ്ണം ബൈ ചുവന്ന പന്തുകളുടെ എണ്ണം ബൈ ആകെ പന്തുകളുടെ എണ്ണം = 11/25. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ വായിക്കാം. One is asked to say a 2-digit number. What is the probability of it being a perfect square? ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. അപ്പോ അങ്ങനെ പറയുമ്പോ ഏത് സംഖ്യയും അയാൾക്ക് പറയാം. എന്നാൽ ആ പറയുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? സാധ്യത എന്താണ്? അപ്പോ 2 അക്ക സംഖ്യ ഏതെങ്കിലും ഒരു 2 അക്ക സംഖ്യ പറയൂ എന്ന് ഒരാളോട് ആവശ്യപ്പെടുന്നു. അപ്പോ അയാൾ പറയുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ സാധ്യത എന്താണെന്നാണ്. അപ്പോ ഇവിടുത്തെ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ന്യൂമറേറ്റർ എന്ത് വരും? ഡിനോമിനേറ്റർ എന്ത് വരും? ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ പ്രോബബിലിറ്റി ആണ് ചോദിക്കുന്നത്? അതിന്റെ എണ്ണമായിരിക്കണം ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ ആയിട്ട് വരേണ്ടത് ആകെ ടോട്ടൽ ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം. അപ്പൊ ഇവിടെ 2 അക്ക സംഖ്യകളുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടോട്ടലായിട്ട് ആകെ എത്ര 2 അക്ക സംഖ്യകളുണ്ട്? 10 മുതൽ 99 വരെയാണ് 2 അക്ക സംഖ്യകളുള്ളത്. അപ്പൊ 10 മുതൽ 99 വരെ ഉള്ള 2 അക്ക സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 90 2 അക്ക സംഖ്യകളാണ്
ഉള്ളത്. ആകെ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം 90. അപ്പൊ ഡിനോമിനേറ്റർ 90 ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടാൽ ആ പറയുന്നയാൾ പറയുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ, അതായത് പൂർണ്ണവർഗം ആകാൻ സാധ്യത എന്താണെന്നാണ്. അപ്പൊ ഇനി പൂർണ്ണവർഗങ്ങൾ ഏതൊക്കെയാണ്? രണ്ടക്ക സംഖ്യകളായിട്ടുള്ള പൂർണ്ണവർഗങ്ങൾ ഏതൊക്കെയാണ്? അപ്പോ 3 കഴിഞ്ഞിട്ട് അടുത്ത 4 മുതൽ അല്ലേ? 3ന്റെ സ്ക്വയർ 9 അപ്പൊ 4ന്റെ സ്ക്വയർ മുതൽ ആലോചിക്കുക. ഏതാണ്? 16, 25. അപ്പൊ നോക്കാം. 16, 25, 36, 49, 64, 81 അല്ലേ? ഇത്രയും രണ്ടക്ക സംഖ്യകളായിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട്. അതായത് 16, 25, 36, 49, 64, 81 എന്നിങ്ങനെയാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അതായത് പെർഫെക്റ്റ് സ്ക്വയേഴ്സുകളുടെ ആകെ എണ്ണം 6 ആണ്. 6 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വിത്ത് 2 ഡിജിറ്റ്സ്, 2 അക്കങ്ങളുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 6 എണ്ണമാണ് ഉള്ളത്. ഇനി ആകെ 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാണ്? 90 ആണുള്ളത്. അപ്പോ പ്രോബബിലിറ്റി എന്തായിരിക്കും? ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുമ്പോൾ അത് ആ പറയുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള സാധ്യത സമം പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ, അതായത് പൂർണ്ണവർഗങ്ങളുടെ എണ്ണം, രണ്ടക്ക സംഖ്യകളായ പൂർണ്ണവർഗങ്ങളുടെ എണ്ണം ബൈ ആകെ രണ്ടക്ക സംഖ്യകളുടെ എണ്ണം. അപ്പൊ എത്ര വരും? 6 ആണ് രണ്ടക്കങ്ങളുള്ള പൂർണ്ണവർഗങ്ങൾ, 6 എണ്ണമാണുള്ളത്. അപ്പൊ 6 ബൈ 90, 6/90 ആണ് ഇതിന്റെ ആൻസർ. പിന്നെ അത് നമുക്ക് വെട്ടി ചെറുതാക്കി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അതായത് 1/15 എന്ന ആൻസർ വരും. 1/15. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. There are 8 black beads and 3 white beads in a box. What is the probability to put a white bead without looking? അപ്പോ ഒരു ബോക്സിൽ 8 കറുത്ത മുത്തുകളും 3 വെളുത്ത മുത്തുകളും ഉണ്ട്. 8 കറുത്ത മുത്തുകളും 3 വെളുത്ത മുത്തുകളും. കണ്ണടച്ചുകൊണ്ട് ഒരു മുത്തെടുത്താൽ അത് വെളുത്തതാകാനുള്ള സാധ്യത എന്താണ്? അപ്പോ നേരത്തെ ചെയ്ത പോലത്തെ കണക്കാണ്. അപ്പൊ ഇതെങ്ങനെയായിരിക്കും? വെളുത്ത മുത്താകാനുള്ള സാധ്യതയാണ്. അപ്പൊ അതിന്റെ സാധ്യത സമം വെളുത്ത മുത്തുകളുടെ എണ്ണം ബൈ ആകെ മുത്തുകളുടെ എണ്ണം സമം. വെളുത്ത മുത്തുകൾ എത്രയായിരുന്നു ബോക്സില്? വെളുത്ത മുത്ത് 3 എണ്ണം ആയിരുന്നു. 3 ബൈ ഡിനോമിനേറ്റർ ഓഫ് ആകെ മുത്തുകളുടെ എണ്ണം. ആകെ മുത്തുകളുടെ എണ്ണം 8 + 3, 8 കറുത്ത മുത്തും 3 വെളുത്ത മുത്തും. 8 + 3 സമം 11. അപ്പോ ഇതിന്റെ പ്രോബിലിറ്റി എത്രയായിരിക്കും? 3/11. 3/11 ആണ് ഇതിന്റെ പ്രോബിലിറ്റി. അപ്പൊ എപ്പോഴും ഓർമ്മിക്കുക, ഒരു ബാഗിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റിൽ നിന്ന് 2 ടൈപ്പ്, അതല്ലെങ്കിൽ 2ഓ 3ഓ എത്രയോ ആയിക്കോട്ടെ, അതിന്റെ ഇപ്പൊ 3 കളർ റിബൺ, ഒരു ബോക്സിൽ 3 നിറത്തിലുള്ള റിബണുകൾ ഇട്ടിരിക്കുന്നു. അതായത് റെഡ്, ബ്ലാക്ക്, ബ്ലൂ, ഇങ്ങനെ റെഡ്, ബ്ലാക്ക്, ബ്ലൂ ഇങ്ങനെ 3 നിറത്തിലെ റിബണുകൾ വെച്ചിരിക്കുന്നു. അപ്പോ ഒന്നാമത്തെ റിബൺ, റെഡ് റിബൺ 3 എണ്ണം, ബ്ലാക്ക് റിബൺ 4 എണ്ണം, ബ്ലൂ റിബൺ 3 എണ്ണം. ഇങ്ങനെ 3 തരത്തിലെ റിബൺ ഒരു ബോക്സിൽ വച്ചിരിക്കുന്നു. ഇപ്പൊ ഒരു ബോക്സിൽ 3 ചുവന്ന റിബണുകളും 4 കറുത്ത റിബണുകളും 3 നീല റിബണുകളും വച്ചിരിക്കുന്നു. കണ്ണടച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഒരു റിബൺ എടുക്കുന്നു. അത് നീലയാകാനുള്ള സാധ്യത എന്താണ്? അപ്പൊ എങ്ങനെ ഇതിന്റെ ആൻസർ പറയും? ഇതിന്റെ ആൻസർ നീല റിബണുകളുടെ എണ്ണം ബൈ ആകെ റിബണുകളുടെ എണ്ണം. അപ്പൊ അതിന്റെ ഉത്തരം = നീല റിബണുകളുടെ എണ്ണം 3 ആയിരുന്നു. 3 ബൈ ആകെ. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി, ബ്ലൂ റിബൺ കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിക്കുന്നത്. അപ്പോ
ബ്ലൂ റിബണുകളുടെ എണ്ണം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്തായിരിക്കും? ബ്ലൂ റിബണുകളുടെ എണ്ണം, നീല റിബണുകളുടെ എണ്ണം ബൈ ആകെ റിബണുകളുടെ എണ്ണം. 3/3 + 4 + 3 അല്ലേ? ഡിനോമിനേറ്റർ 3 + 4 + 3 ആയിരിക്കും. അപ്പോ 3/10. അപ്പോ ഇതിന്റെ ആൻസർ 3/10 ആയിരിക്കും. എന്തിന്റെ പ്രോബബിലിറ്റി ചോദിച്ചാലും ഇതുപോലെയാണ്. എന്തിന്റെ പ്രോബബിലിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ നമ്പർ ബൈ ആകെ നമ്പർ ഇതായിരിക്കും.